ഈ ഓൺലൈൻ പ്രസൻസ് കൂടുതൽ ആഗ്രഹിക്കുന്ന ഡോക്ടേഴ്സിന്, ചെറിയ ക്ലിനിക്സുകൾക്ക്, ഒരു 10 ബെഡ്സ് ഒക്കെ ഉള്ള ക്ലിനിക്സിനൊക്കെ അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ഫോക്കസ്. കാരണം മാർക്കറ്റിൽ ഇഷ്ടംമാതിരി സോഫ്റ്റ്വെയർസ് ഉണ്ട്, അത് ഹൈ പ്രൊഫൈൽഡ് സോഫ്റ്റ്വെയർസ് വരെ ഉണ്ട്. പേഴ്സണലി അറിയാവുന്ന പല സോഫ്റ്റ്വെയർസ് കമ്പനീസ് എനിക്കറിയാം. അപ്പോൾ അവരോടൊക്കെ കിടപിടിക്കാനും മാത്രം എനിക്ക് പറ്റില്ല ആദ്യം ഇനിഷ്യലി. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു സാധനം ഇറക്കി ആദ്യം. അത് ഞാൻ പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. പക്ഷേ ഞാൻ അതിൽ കൊണ്ടുവന്ന കുറച്ച് ഈ വോയിസ് കമാൻഡ്സും ഈ AI എലമെൻസൊക്കെ ഞാൻ അന്നേ കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതൊക്കെ കണ്ടിട്ട് ഡോക്ടേഴ്സിന് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയി. കാരണം ഞാൻ ഈ GPT ആയിട്ടൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരുന്നു കുറേ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പല ഡോക്ടേഴ്സും ഓക്കെ ഞങ്ങൾ തുടങ്ങാം എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങിയവരുണ്ട്. ഇപ്പോഴും ആ ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഡോക്ടർ പൾസ്പ്രോയുടെ ഒരു ബേസിലാണ് എനിക്ക് യൂറോപ്പിലോട്ടൊരു എൻട്രി കിട്ടുന്നത്. ഓക്കെ. അപ്പം ആ ഒരു അതായിരുന്നു എൻ്റെ അന്നത്തെ ആ ഒരു മൈൽ സ്റ്റോൺ. അപ്പോൾ ഈ ഒരു കുറേ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പല രീതിയിലുള്ള സ്കോപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തു. അപ്പോൾ അവരെന്നെ എക്സാമിൻ ചെയ്തു. കാരണം എല്ലാം ഡോക്ടേഴ്സാണ് അവിടുത്തെ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അതിലൊരു വൺ ഓഫ് ദി ഇൻവെസ്റ്ററാണ് എന്നെ കോൺടാക്ട് ചെയ്തതും. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഡെമോ കാണിച്ചു, എൻ്റെ ഉള്ള പ്രോഡക്റ്റ് കാണിച്ചു. പക്ഷേ അവർക്ക് ആ ഒരു പ്രോഡക്റ്റിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അവരുടേതായ ഡൊമൈൻ അവർ പറയുന്ന ടെക്നോളജിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഒരു എൻ്റർപ്രൈസ് ലെവലിൽ സാധനം യൂറോപ്പിലേക്ക് ഇറക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ ഇപ്പോൾ അത് ലൈവാവും.